ഇപ്പോൾ മന്ത്രി വീണ ജോർജ് കൂടി ടെലിഫോണിൽ ചേർന്നു. നമസ്കാരം. എന്തായാലും മിനിസ്റ്റർ അത് വളരെ ഗൗരവമായിട്ട് എടുത്തു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമായി. ശംഖു ഹാപ്പിയാണ്, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പോൾ ശംഖുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മിനിസ്റ്റർ ഒരു അമ്മ കൂടിയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും വളരെ ഗൗരവത്തോടെ ഡിപ്പാർട്ട്മെന്റ് അത് കണ്ടു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമസ്കാരം. സന്തോഷം. കാരണം അങ്ങനെ ഒരു കുഞ്ഞ് പറഞ്ഞപ്പം വാസ്തവത്തിൽ അന്ന് അതൊരു നമുക്ക് ഈ ഇപ്പോൾ നിലവിലുള്ള മെനു നോക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ആഹ്വാനം കൂടിയായിരുന്നു. നമുക്കൊരു നിശ്ചിത മെനു ഉണ്ടായിരുന്നില്ല, ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ പഞ്ചസാര പാടില്ല, ശർക്കര കൊടുക്കണം, കൊഴുപ്പടങ്ങിയ ഭക്ഷണം പാടില്ല, അപ്പോൾ ഇന്ന അളവിൽ പോഷകങ്ങൾ വേണം, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഈ കുഞ്ഞുങ്ങൾ, നമ്മൾ മുതിർന്ന ആളുകളാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് ഉപ്പുമാവ് കഴിക്കുമ്പോൾ വലിയ മടുപ്പുണ്ടാവും. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വിഷയം, നമ്മളിപ്പം അംഗനവാടിയുടെ കെട്ടിടം നല്ലതാക്കുന്നു, വൈദ്യുതിവൽക്കരണം നടത്തുന്നു, സ്മാർട്ട് അംഗനവാടി ഉണ്ടാക്കുന്നു, പക്ഷെ ഇങ്ങനെ ഒരു വിഷയം കുഞ്ഞുങ്ങൾ, കാരണം അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോഴാണ് വളരെ വളരെ കൗതുകത്തോടെ ഒരു കുഞ്ഞ് ബിർനാനി മതി, ഉപ്പുമാവ് വേണ്ട എന്ന് പറയുമ്പോ അതൊരു വലിയ ഓപ്പണിംഗ് ആയിരുന്നു. വാസ്തവത്തിൽ ശംഖുവിനോട് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അത് മാത്രമല്ല, മന്ത്രി ആന്റി ഒരു സെക്കൻഡ് നിൽക്കണേ. അവൻ യഥാർത്ഥത്തിൽ മന്ത്രി ആന്റിക്ക് ഒരു ഉമ്മ തന്നിട്ടുണ്ട്. നമുക്ക് അത് ആ ബൈറ്റ് വേണേ ഒന്നുകൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യൂ, മിനിസ്റ്റർ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കൂ. ശംഖുവിന്റെ ഉമ്മ അങ്ങ് മന്ത്രിമന്ദിരം വരെ എത്തട്ടെ. വാർത്ത കണ്ടു, ശംഖുവിന് ഹാപ്പിയായി. മന്ത്രി ആന്റിക്കും 24-കാർക്കും താങ്ക് യു. ശംഖുവിന് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കാം, ഒരു ചക്കര ഉമ്മ കൊടുക്കാം. അതുപോലെ 24-നും നന്ദി. വളരെ കുഞ്ഞുങ്ങൾക്ക് നല്ല നിലയിൽ അവരുടെ പ്രായത്തിന് ആവശ്യമായിട്ടുള്ള പോഷകമുള്ള ഭക്ഷണം നമുക്ക് നൽകാം. തീർച്ചയായിട്ടും വലിയ പിന്തുണയാണ് എല്ലായിടത്തു നിന്നും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകരും ജീവനക്കാരും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഏകീകൃത മെനുവും ആദ്യമായിട്ട് നമുക്ക് പുറത്തിറക്കാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മുടെ ഇന്നത്തെ പൊളിറ്റിക്കൽ കോലാഹലത്തിനിടയിലും ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞു ശംഖുവിന് മിനിസ്റ്ററുടെ ഉമ്മ, അതാണ് ബ്രേക്കിംഗ് ന്യൂസ്. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം, നല്ല തീരുമാനമായി. ശംഖു ഹാപ്പിയാണെന്നുള്ളതാണ്. എന്തായാലും ടിക്കറിലെ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ തന്നെ പറയുക, കുഞ്ഞു ശംഖു ഹാപ്പിയാണ്. കുഞ്ഞു ശംഖുവിന് മന്ത്രി ആന്റിയുടെ ഉമ്മ, പൊന്നുമ്മയായിക്കോട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ശംഖു ഇപ്പോൾ ഈ സൂമിൽ വന്നിരിക്കുകയാണ് നമ്മോട് സംസാരിക്കാൻ. ഹായ് ശംഖു. ശംഖു ഇനിയിപ്പോൾ ബിരിയാണി തിന്ന് എത്ര ബിരിയാണി തിന്നേണ്ടി വരുമെന്ന് അറിയാമോ? ബിരിയാണി തിന്ന് ക്ഷീണം വരും. ബിരിയാണിയുടെ കാര്യം അറിഞ്ഞോ ശംഖു? മന്ത്രി ആന്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ശംഖുവിന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചെന്ന്. ശംഖു ബിരിയാണി ഇഷ്ടം പോലെ ബിരിയാണി തരാൻ മന്ത്രി ആന്റി സമ്മതിച്ചിരിക്കുക. ശംഖുവിനും ശംഖുവിന് ഇഷ്ടപ്പെട്ടോ കാര്യം? ശംഖു ഹാപ്പിയാണോ? മന്ത്രി ആന്റിയോട് നന്ദി ഉമ്മയൊക്കെ കൊടുത്തില്ലയോ? മന്ത്രി ആന്റി തിരിച്ചൊരു ഉമ്മ, ഭയങ്കര ഒരു ബെഡാ ഉമ്മ ശംഖുവിന് തന്നിട്ടുണ്ട്, വലിയൊരു ഉമ്മ. അപ്പോൾ ആന്റി ആണെങ്കിൽ ഇന്ന് ശംഖുവിന് മാത്രമേ ഒരു ഉമ്മ കിട്ടിയിട്ടുള്ളൂ. മന്ത്രി ആന്റിക്ക് ഒരു ഉമ്മ കൊടുക്കണ്ടേ നമുക്ക്? അപ്പോൾ ഒരു കാര്യം ചെയ്യും, മിനിസ്റ്ററോട് നേരിട്ട് പറഞ്ഞോ. മിനിസ്റ്റർ ആന്റി മന്ത്രി ആന്റി നമ്മളോട് ടെലിഫോണിൽ വന്നിട്ടുണ്ട്. ശംഖുവിന്റെ കാര്യത്തിലാണ് മനസ്സിൽ വെച്ചിരുന്നിട്ട് ഇത്രയും ദിവസം കൊണ്ടു കിടന്ന് തീരുമാനമാക്കി ശംഖുവിനെ പോലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇനി ബിരിയാണി കിട്ടും. മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ശംഖു സൂമിലുണ്ട്. മിനിസ്റ്റർക്ക് ശംഖുവിനോടൊന്ന് സംസാരിക്കാം, അവനൊരു സന്തോഷമായിക്കോട്ടെ. ശംഖു മോനെ ശംഖു കേൾക്കാമോ? സന്തോഷായോ? അപ്പം ഞാനൊരു നന്ദി പറയട്ടെ. മോൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് എല്ലാ ശംഖുവിനും മോനും കൂട്ടുകാർക്കും ഒക്കെ നമുക്ക് ബിരിയാണി പുലാവും ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പൊ ശംഖു മിനിസ്റ്റർക്ക് എന്ത് കൊടുക്കുന്നേ പറഞ്ഞേ? മിനിസ്റ്റർ കേട്ടോണ്ടിരിക്കുക. എന്താ കൊടുക്കുന്നേ? നേരത്തെ ഒരു ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് മാറിയോ? അപ്പോ ശംഖുവിന്റെ ഉമ്മ മിനിസ്റ്റർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു മിനിസ്റ്റർ. വളരെ വിശാല മനസ്കായിട്ട് ശംഖുവിനും കൂട്ടുകാർക്കും എല്ലാം കൊടുത്തു. ശംഖു ഇനിയിപ്പോ കൂട്ടുകാർക്കെല്ലാം ഭയങ്കര സന്തോഷമായി കേട്ടോ. കൂട്ടുകാരോട് എന്താ പറയുന്നേ?
പലയുണ്ട്. ആന്നോ? ശങ്കുനെ ആരെങ്കിലും വിളിച്ചോ? വിളിച്ച് കൂട്ടുകാരെ വിളിച്ച്. ശങ്കുന്റെ അടുത്താരാ ഉള്ളത്? അമ്മയാണോ? ആ അമ്മ എന്താ പറഞ്ഞു? അമ്മ ഹാപ്പിയാ. അമ്മ ഹാപ്പിയാ? വീട്ടിൽ എല്ലാവരും ഹാപ്പിയാണോ? ശംഖു ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് കൂടെ തങ്ങളോട് തരുവോ? തരും. അപ്പൊ ശംഖുവിന് 24-ന്റെ ഒരു ഉമ്മ കേട്ടോ. ആ ഓക്കെ. അങ്ങ് എത്തിയോ സാധനം? വഴിയിൽ കളഞ്ഞു പോയാൽ പറയണം. എത്തിയോ? അപ്പൊ താങ്ക് യു ശംഖുവിനെ കാണാം കേട്ടോ. ശംഖു പഠിച്ച് വലിയ മിടുക്കനായി വലിയ കുട്ടിയാവും കേട്ടോ. താങ്ക് യു. അപ്പൊ നമ്മുടെ ശംഖുവാണ്. ശംഖുവിന് വ്യാപകമായിട്ട് ഇനി ഉമ്മയുടെ ഘോഷയാത്രയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകാർക്ക് ഇവൻ കാരണം ഇനി ബിരിയാണി കിട്ടാൻ പോവുക. താങ്ക് യു ശംഖു. ബായ്. മിനിസ്റ്റർ, എന്തായാലും നമ്മുടെ എത്ര കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടും? ഓക്കെ, മിനിസ്റ്റർ വീണ ജോർജ് ആയിരുന്നു ലൈനിലുണ്ടായിരുന്നത്. ശംഖുവിന് സന്തോഷമായി. ശംഖുവിനെ പോലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരുപക്ഷെ ഭരണം എന്താണെന്ന് ആ പ്രായത്തിൽ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഈ കുട്ടികൾ പറയുന്നൊരു ആഗ്രഹം പോലും മനസ്സിൽ കൊണ്ടു നടന്ന് ഇത്രയും കാലം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത മിനിസ്റ്റർ വീണ ജോർജ് തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം അർഹിക്കുന്നു. താങ്ക് യു മിനിസ്റ്റർ. ശംഖു താങ്ക് യു. ഓക്കെ, അവൻ ഇങ്ങനെ ഇടിച്ചൊക്കെ കാണിക്കുക.